നമസ്കാരം. ഇന്ന് നമ്മുടെ T21 അവയർനെസ് ക്യാമ്പയിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഏജ് ഗ്രൂപ്പ് 2 to 4 years, 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഒരു പ്രോഗ്രാം വളരെ ചെറിയൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയെങ്കിലും ഒരുപാട് മാതാപിതാക്കളുടെ റെസ്പോൺസ് എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയും കിട്ടുന്നുണ്ട്. കുറച്ചു പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ആക്ച്വലി അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ആർക്കെങ്കിലും അറിയാൻ മേലാത്ത ഒരു വ്യക്തിയിലേക്കെങ്കിലും നമുക്ക് ഈ ഇൻഫർമേഷൻ ഈ കൊറോണയുടെ ഈ പാൻഡമിക് സമയത്തും എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത് ഒരു വിജയത്തിലെത്തി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ഡിസ്കഷനും നേരത്തെ ചെയ്തേക്കുന്നത് പോലെ ഒരു 11 ഏരിയാസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 11 മെയിൻ പോയിന്റ്സിലായിട്ടായിരിക്കും ഇന്നത്തെ ഡിസ്കഷൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഫൗണ്ടേഷൻ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്ന, അതിൻ്റെ മേലെ വെക്കുന്ന ഇഷ്ടിക കട്ടകൾക്ക് ബലം കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 0 to 2 yearsൽ നമ്മൾ എന്തെല്ലാം ചെയ്തു, സ്റ്റേജ് 0 to 2 yearsൽ നമുക്ക് എന്തെല്ലാം കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു, കുഞ്ഞിന് എത്രത്തോളം അതിൻ്റെ ഒരു ഗുണമുണ്ടായി, ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് എത്രത്തോളം വന്നു, ലാംഗ്വേജ് എത്രത്തോളം ഡെവലപ്പായി, അവിടെ അറ്റൻഷൻ എത്രത്തോളമായി, അല്ലെങ്കിൽ മോൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ്, അത്തരത്തിലുള്ള എങ്ങനെയാണോ കുഞ്ഞിനെ 0 to 2 years വരെ ഹാൻഡിൽ ചെയ്തേക്കുന്നത് അവിടെ നിന്ന് വേണം നമ്മൾ അടുത്തത് ചിന്തിക്കാനായിട്ട്. കാരണം ഇപ്പം ഒരു തരത്തിലും ഒരു ട്രെയിനിങ്ങോ ഒരു തെറാപ്പിയോ കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സായാലും നടക്കാൻ പോലും തുടങ്ങാത്ത കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ് ഒരുപാട് ഡിലേ ആയി എന്നതാ അതിന്റെ അർത്ഥം. അപ്പം അതുപോലെ തന്നെ മറ്റേ ഏരിയാസിലും ഡിലേസ് വരും. അപ്പം 0 to 2 years നമുക്ക് എന്തെല്ലാം രീതിയിൽ ഇന്റർവീൻ ചെയ്ത് അല്ലെ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ടും കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് 2 വയസ്സായപ്പോഴത്തേന് എവിടം വരെ എത്തി. ഇപ്പം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് നടക്കാൻ തുടങ്ങും. അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ, പറയുന്ന വാക്കുകൾക്ക് സ്ഫുടത ഉണ്ടാകത്തില്ല, സ്പീച്ചിന്റെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് അവരോട് ഇന്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാകുകയും ഏതെങ്കിലും വിധത്തിൽ അവർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ചില കുഞ്ഞുങ്ങൾ യാതൊരു രീതിയിലും ഒരു റെസ്പോൺസ് കിട്ടാതെ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള അറിവില്ലാഞ്ഞത് കൊണ്ടും, അല്ലെങ്കിൽ അവർ ഡിപ്രഷനിൽ നിന്ന് ഒന്ന് മാറി വരാനായിട്ട് സമയം വൈകിയത് കാരണം ഒരു പക്ഷേ 0 to 2 years നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു പേരന്റിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കറിയാൻ മേലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടാതെ ഇനിയും എന്ത് ചെയ്യാൻ സാധിക്കും, വാട്ട് നെക്സ്റ്റ്, ആ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചിന്തയിൽ നിന്ന് വേണം നമ്മൾ അടുത്ത കാര്യങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനു വേണ്ടിയുള്ള എഫേർട്ട് കുഞ്ഞിൽ നിന്നും എടുക്കാനായിട്ട് നോക്കണം, നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതുകൊണ്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന വിഷമത്തിൽ ഇരിക്കാതെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എന്താ അതിന്റെ സൊല്യൂഷൻസ്, എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ആ രീതിയിലുള്ള ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ. 2 വയസ്സ് വരെ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന വിഷമത്തിൽ വീണ്ടും നമ്മളുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ പാഴാക്കരുത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത നമ്മുടെ സെക്കൻഡ് പോയിന്റ്, ഓറോമോട്ടോ എക്സസൈസ്. എൻ്റെ ആദ്യത്തെ സെഷനിൽ നിന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. പാസീവ് ഓറോമോട്ടോ എക്സസൈസ്, അത് എത്രയും ചെറുപ്പത്തിൽ കുഞ്ഞ് ഉണ്ടാവുന്ന ആ ഒരു സമയം തൊട്ടേ നമുക്ക് പാസീവ് ഓറോമോട്ടോ എക്സസൈസ് ചെയ്യാം. ആ ചെയ്യുന്നതിലൂടെ തന്നെ ഇപ്പം അങ്ങനെ പാസീവ് ഓറോമോട്ടോ എക്സസൈസ് ഏറ്റവും ചെറുപ്രായത്തിൽ തൊട്ട് തുടങ്ങുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അവക്ക് കുറച്ചുകൂടെ ഒരു സ്പീച്ചിന്റെ ഒരു ക്ലാരിറ്റി വരാനുള്ള സാധ്യത കൂടും. എന്നാ അല്ല, അങ്ങനെ ചെയ്യാത്ത ഒരു കുഞ്ഞാണെങ്കിൽ ഈ 2 വയസ്സ് മുതലാണേലും നമ്മളൊന്ന് തുടക്കം കുറിക്കുകയാണെങ്കിൽ
ഒരു പരിധി വരെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും. കാരണം 6 വയസ്സ് വരെ സാധ്യതകൾ ഉണ്ട് നമ്മുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് 2 വയസ്സ് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ കുറച്ചുകൂടെ കൂടും ഇംപ്രൂവ്മെന്റ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ 2 വയസ്സിന് ശേഷം ചെയ്താലും അതിന്റെ പ്രോഗ്രസ്, അതിന്റെ ഇംപ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതിനൊരു ഒരു അമൗണ്ടിന് വേണ്ടി മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ 2 വയസ്സിൽ കുഞ്ഞിന് പാസീവ് ഓറോമോട്ടർ എക്സസൈസ് പൂർണ്ണമായിട്ടും ചെയ്യാതെ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം കുഞ്ഞ് കുറച്ചുകൂടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഈ സമയത്ത് 2 വയസ്സ് തൊട്ടുള്ള ഓറോമോട്ട എക്സസൈസ് കുറച്ചുകൂടെ കമ്പൈൻഡ് ഫോം ഓഫ് എക്സസൈസ് ആയിരിക്കണം. കാരണം കുഞ്ഞിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും കുഞ്ഞ് തന്നെ നാക്കിന്റെ എക്സസൈസ് ചെയ്യുകയും വായുടെ എക്സസൈസ് ചെയ്യുകയും സൗണ്ട്സിന്റെ എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് അത് അവിടെ ഭാഗത്തു നിന്നുള്ളൊരു അല്ലെങ്കിൽ മോന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവായി മാറും. നമ്മൾ പേരൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടത് നമ്മുടെ ഫേഷ്യൽ മസാജും ആ രീതിയിലുള്ള കാര്യങ്ങൾ പേരൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ നാക്കിന്റെ എക്സസൈസ് മറ്റു കാര്യങ്ങൾ ഇൻസ്ട്രക്ഷനിലൂടെ കുഞ്ഞിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ഓറോമോട്ട എക്സസൈസ് കുഞ്ഞിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് തന്നെ അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒരു വട്ടം ചെയ്തു 2 വട്ടം ചെയ്തു നിർത്താതെ, ഇപ്പം 2 വയസ്സ് വരെ ചെയ്യാത്ത ഒരു കുഞ്ഞിനാണെങ്കിൽ നമ്മൾ പല വട്ടം ചെയ്തുകൊണ്ടിരിക്കണം. അതേസമയം നേരത്തെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ഒരു ഡെയിലി 2 പ്രാവശ്യമെങ്കിലും ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു എക്സസൈസും ചെയ്യാത്ത ഒരു കുഞ്ഞിന് ചെയ്യേണ്ട വ്യത്യാസം ഇത്രയേ ഉള്ളൂ, റിപ്പീറ്റഡ് ആയിട്ട് സെഷൻസ് ചെയ്യുക. കാരണം ഒരുപാട് സമയം കുഞ്ഞുങ്ങൾ ഇരുന്ന് തരത്തില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. അപ്പം ചെയ്യുമ്പം ഇന്റർമീഡിയറ്റ് ഇന്റർവെൽസിലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2 വയസ്സിലുള്ള കുഞ്ഞ് ഡെഫിനറ്റ്ലി ഫുൾ ടൈം ഒരു പേരന്റിന്റെ കൂടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. അപ്പൊ ആ സാഹചര്യത്തിൽ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് നല്ല മൂടും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് കൂട്ടത്തിലിരുത്തി കുഞ്ഞിനെ ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ മിറർ വെച്ച് ചെയ്യുവാണെങ്കിൽ കുഞ്ഞൂടെ കാണും കുഞ്ഞിന് ചെയ്യുന്ന എക്സസൈസ് അല്ല, അവിടെ നാക്കിന്റെ മൂവ്മെന്റ്സ് മൂവ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് കുഞ്ഞിനൂടെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു അവസരം മിറർ വെച്ച് വേണം ഓറോമോട്ട എക്സസൈസൂടെ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കെയർ. അത് എല്ലാ മറ്റ് 2 സെഷനിലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ മെഡിക്കൽ ഇഷ്യൂസ് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന്റെ ചെക്കപ്സ് ഫോളോ അപ്സ് സമയാസമയങ്ങളിൽ നടത്തിയിരിക്കണം. പക്ഷെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ കുഞ്ഞിന്. അങ്ങനെ ആണെങ്കിൽ പോലും ഇന്റർനാഷണൽ ട്രൈസോമി 21 മാനേജ്മെന്റ് പ്രോട്ടോകോൾ പ്രകാരം 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പീഡിയാട്രിഷ്യനെ കാണുകയും കുഞ്ഞിന്റെ ബ്ലഡ് സ്റ്റഡീസ്, ഏറ്റവും പ്രത്യേകമായിട്ട് തൈറോയിഡ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഇത്തരത്തിലുള്ള ബ്ലഡ് സ്റ്റഡീസ് ചെയ്ത് കുഞ്ഞിന് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ, പ്രത്യേകിച്ച് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ബോർഡർ ലൈൻ ചേഞ്ചസ് നമ്മുടെ ബ്ലഡ് റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ഈ ഒരു 2 ഇയേഴ്സ് തൊട്ടാ, ഇപ്പൊ അതുവരെ തൈറോയിഡ് നോർമലായിട്ട് നിൽക്കുന്ന കുഞ്ഞാണെങ്കിൽ പോലും 2 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് തൈറോയിഡിന്റെ ഹോർമോൺസ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം കുഞ്ഞിൽ ആ ഒരു സിംറ്റം കാണുന്നിടം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ കുഞ്ഞിന്റെ ബ്രെയിനെ എഫക്ട് ചെയ്ത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കുകയും അത് കുഞ്ഞിന് ആ ഒരു അത്രയും നാളും പ്രോഗ്രസ് ചെയ്തുകൊണ്ട് വന്നെടുത്തുനിന്ന് കുഞ്ഞിനൊരു പെട്ടെന്നൊരു സ്റ്റോപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിന് അനുവദിക്കാതെ കുഞ്ഞിനെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും പീഡിയാട്രിഷ്യനെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുകയും ആ ബ്ലഡ് ടെസ്റ്റുകൾ വിതിൻ ദ നോർമൽ റേഞ്ച് ആണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഏതെങ്കിലും വിധത്തിൽ സ്ലൈറ്റ് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും അടുത്ത 6 മാസം വരെ വെയിറ്റ് ചെയ്യാതെ അടുത്ത 1 മാസം അല്ലെ 2 മാസം ഡോക്ടർ എന്നാണോ പറയുന്നത് അതനുസരിച്ച് ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ആ ഡീവിയേഷനിലേക്കാണോ പോകുന്നത് അതോ വിതിൻ ദ നോർമൽ ലിമിറ്റ്സ് ആണോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ബ്രെയിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ഒരു വിഷയമാണ്. അത് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കണ്ടമാനം എഫക്ട് ചെയ്യും. അടുത്ത 4ാമത്തെ പോയിന്റ് ഇന്ന് വീണ്ടും സപ്ലിമെന്റ് തെറാപ്പിയ. ഒരുപാട് കൺസേൺസ്, ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എത്രത്തോളം ഇതിന് ഗുണം കിട്ടും, ഇതിന് ഏത് വയസ്സിൽ തുടങ്ങണം എന്നൊക്കെ, ആ 10 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങിയാൽ ഗുണം കിട്ടുമോ? അപ്പം നമുക്ക് ഈ ഒരു സപ്ലിമെന്റ് തെറാപ്പി, പ്രത്യേകിച്ച് അത് ബ്രെയിനിന്റെ ഒരു സപ്ലിമെന്റ് ആയതുകൊണ്ട് തന്നെ
എത്രത്തോളം അതിന്റെ ഒരു ഫലം കിട്ടുമെന്ന് കറക്റ്റായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിന്റെ ഒരു ബ്രെയിൻ സപ്ലിമെന്റിലൂടെ നമ്മുടെ കുഞ്ഞിന്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അതുവരെ കുഞ്ഞിന്റെ പ്രായവും അതുവരെ കുഞ്ഞിന് ചെയ്ത കാര്യങ്ങൾ, കാരണം ഇതൊരു കമ്പൈൻഡ് മാനേജ്മെന്റ്. ബ്രെയിൻ സപ്ലിമെന്റ് ഒപ്പം തെറാപ്പികൾ നന്നായിട്ട് പോകണം, പേരന്റിങ് നന്നായിട്ട് പോകണം, നല്ല പോസിറ്റീവ് എൻവയറമെന്റും കിട്ടണം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളൂടെയും ചേർന്ന് പോകുമ്പോഴത്തേന് ആ ബ്രെയിൻ സപ്ലിമെന്റൂടെ ബ്രെയിൻ ബൂസ്റ്റേഴ്സ് ആയിട്ട് കിട്ടുമ്പോഴത്തേന് അതൊരു അഡീഷണൽ ഒരു ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കുറച്ചുകൂടെ ഒരു ഡെവലപ്മെന്റൽ ചേഞ്ച് വരുത്താൻ സാധിക്കുന്നത്. ഇനിയും എത്രത്തോളം അതിന്റെ ഒരു ഡെവലപ്മെന്റ് ചേഞ്ച് വരും എന്ന് പറയാനായിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഓരോ കുഞ്ഞും വളരുന്ന സാഹചര്യം അവന്റെ ഡെവലപ്മെന്റ് ഡിലേസും ആശ്രയിച്ചിരിക്കും അതിന്റെ ചേഞ്ചസ് പറയാനായിട്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം അത് തുടങ്ങാനായിട്ടുള്ള ഒരു തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പേരന്റിന് ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. പക്ഷെങ്കിൽ ഇതൊരു മെഡിസിൻ അല്ലാത്തത് കൊണ്ട് ഇത് മെഡിസിനോ സൈഡ് എഫക്റ്റോ ഉണ്ടോ എന്നൊക്കെ ഉള്ള വേറെ ഒരു ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് മെഡിസിന് സൈഡ് എഫക്റ്റോ അങ്ങനത്തെ കൺസേൺ ഒന്നും വേണ്ട. നമ്മൾ ബോഡിക്ക് വേണ്ടി ഒരു ടോണിക് കുടിക്കുന്നു, അതുപോലെ തന്നെ ഉള്ളൂ ബ്രെയിനിന്റെ ബൂസ്റ്റേഴ്സ് വേണ്ടി. ബ്രെയിനിന്റെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യുക, ബ്രെയിനിന്റെ ഫങ്ഷനിങ് എബിലിറ്റി ബൂസ്റ്റ് ചെയ്യുക, ന്യൂറോൺസിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുക, ട്രാൻസ്മിഷൻസ് കൂടുതൽ ആക്റ്റീവ് ആക്കുക. ഇത്തരത്തിലുള്ള കോർഡിനേഷൻ, ബ്രെയിനിന്റെ ആ ഒരു കോർഡിനേഷൻ, കാരണം ബ്രെയിനിന്റെ ന്യൂറോൺസ് തമ്മിലുള്ള കോർഡിനേഷൻ കൂടുമ്പോഴത്തേനാ ബോഡിയുടെ പ്രവർത്തനം കൂടുന്നത്. അപ്പൊ ആ ഒരു പ്രവർത്തനം അതിന്റെ ഷെൽസിന്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഈ ബ്രെയിൻ സപ്ലിമെന്റ്സിന്റെ ലക്ഷ്യം. അത് ചെറുപ്രായത്തിൽ ബ്രെയിൻ കൂടുതൽ വളരുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഏർലി ഇന്റർവെൻഷൻ തെറാപ്പീസ്, നല്ല പാരന്റിങ്, പോസിറ്റീവ് എൻവയൺമെന്റ് എല്ലാം സ്ട്രെസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ നന്നായിട്ട് ഉറപ്പിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ബാക്കിയുള്ള ലൈഫ് ഇരിക്കുന്നത്. അപ്പം ഒരു 10 വയസ്സ് വരെ യാതൊരു പ്രത്യേക കെയറും കിട്ടാത്ത ഒരു കുഞ്ഞാണെങ്കിൽ ആ 10 വയസ്സ് വരെ ഓൾറെഡി ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് ഏകദേശം പകുതി വഴി എത്തി. അപ്പം അതുവരെ എത്രത്തോളം കുഞ്ഞ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ, ആ മോനോ മോളോ എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ബേസിൽ മാത്രമേ പിന്നീട് ചേഞ്ചസ് വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഏർലിയർ ദ ബെറ്റർ എന്നുള്ള രീതിയിൽ ഏറ്റവും കുഞ്ഞു പ്രായം തൊട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഇംപ്രൂവ്മെന്റ് നല്ല രീതിയിൽ വരും. അതേസമയം താമസിക്കും തോറും ആ ഇംപ്രൂവ്മെന്റ് ഒരു അളവ് വളരെ കുറഞ്ഞു വരികയും ചെയ്യും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അടുത്ത ഇന്നത്തെ നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ, പ്രോആക്റ്റീവ് പാരന്റിങ്. എന്താണ് ഈ പ്രോആക്റ്റീവ് പാരന്റിങ്? പലപ്പോഴും നമ്മളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും, അതിനുശേഷമായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം ഒരു ഡിലേ വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയും, അതല്ലെങ്കിൽ ആ കുഞ്ഞ് സംസാരിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് 4-5 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്ന ചില പേരൻസ് ഉണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ആ കുഞ്ഞിനെ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന് നേരത്തെ ഏർലി ഇന്റർവെൻഷൻസ് തുടങ്ങുകയും ആ കുഞ്ഞിനെ കുറച്ചുകൂടെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു പ്രശ്നം എത്തുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അതിനു വേണ്ടി പരിഹാരം തേടി പോകുന്നതിലും നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കറിയാം, വ്യക്തമായിട്ട് നമുക്കറിയാം. ആ കുഞ്ഞ് ജനിക്കുമ്പോഴേ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസോർഡർ ട്രൈസോമി 21. അപ്പൊ ഏറ്റവും അത് ജനിക്കുന്നതിന് മുമ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ജനിച്ചാൽ ഉടനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ അപൂർവം കേസസ് മാത്രമേ ഉള്ളൂ ഡോക്ടേഴ്സിന്റെ ശ്രദ്ധയിൽ വരാതെ ആ കുഞ്ഞുങ്ങള് ട്രൈസോമി 21 ആന്ന് പേരൻസ് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യം വളരെ അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. അപ്പൊ വൺസ് നമ്മുടെ കുഞ്ഞുങ്ങൾ ട്രൈസോമി 21 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു, അപ്പൊ നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളുടെ ഡിലേ വരുന്നിടം വരെ, കുഞ്ഞിന്റെ നടപ്പ് താമസിക്കുന്നിടം വരെ, കുഞ്ഞിന്റെ സ്പീച്ച് ഡിലേ ആവുന്നിടം വരെ അങ്ങനെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രോ ആക്റ്റീവ്ലി നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പം എങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജനിച്ച ഉടനെ എൻ്റെ കുഞ്ഞിന് ട്രൈസോമി 21 ആണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ടത്? കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സ് എല്ലാം ഡിലേ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ തന്നെ കുഞ്ഞിന് ബുദ്ധിക്ക് കുറവ് വരുന്നു ഡോക്ടർ പറയുന്നു. അപ്പൊ ആ 2 കാര്യങ്ങളെങ്കിലും മിനിമം എല്ലാ പേരൻസും അറിയുന്നുണ്ട്. അപ്പൊ ആ 2 കാര്യം വെച്ച് തന്നെ നമുക്ക് ഈ പ്രോആക്റ്റീവ് പാരന്റിങ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ കുഞ്ഞ് ഇപ്പൊ നോർമൽ ഡെവലപ്മെന്റ്, ഇപ്പൊ എല്ലാവരുടെയും ആഗ്രഹം എൻ്റെ കുഞ്ഞ് നോർമൽ കുട്ടികളെ പോലെ തന്നെ, അല്ലെ സാധാരണ കുട്ടികളെ പോലെ തന്നെ വളർന്നു വരണം.
അപ്പൊ അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ കുഞ്ഞിന്റെ ഡിലേ 6 മാസം, 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സ് വരെ ഞാൻ നോക്കിയിരുന്ന് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് സങ്കടപ്പെടാതെ ഞാൻ നേരത്തെ അതിന് വേണ്ട മെഷേഴ്സ് ചെയ്യും. 2 മാസം കഴിയുമ്പോഴത്തേനെ കുഞ്ഞിനെ കമത്തി ഇടാനായിട്ടും കുഞ്ഞിന്റെ ബാക്കിന്റെ മസാജസ് കൊടുക്കാനും കുഞ്ഞിന് കൂടുതൽ സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെന്റ് കൊടുക്കാനും നമ്മൾ 0 to 1 ഇയറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുന്നതാണ് പ്രോആക്റ്റീവ് മാനേജ്മെന്റ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേന് കുഞ്ഞിന്റെ ഗ്രോസ് മോട്ടർ ഡെവലപ്മെന്റ് ഡിലേ ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ഡിലേസും നമ്മൾ ആ രീതിയിൽ നേരത്തെ മുൻകൂട്ടി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഡിലേ ഏതാണോ, അത് ഏത് ഗ്രോസ് മോട്ടർ ആവാം, ഫൈൻ മോട്ടർ ആവാം, അക്കാഡമിക്സ് ആവാം, പേഴ്സണൽ സ്കിൽസ് ആവാം, ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിലും മുതിർന്നു കഴിയുമ്പോഴത്തേനുള്ള ഓരോ സ്റ്റേജസും അതിന്റെ ഡിലേ പ്രോബ്ലംസ് എത്തുന്നതിന് മുമ്പ് തന്നെ ബിഹേവിയർ ഇഷ്യൂസ് ആവാം. പ്യൂബർട്ടിയിലൊക്കെ ഒരുപാട് ഇഷ്യൂസ്, ബിഹേവിയർ പ്രോബ്ലംസ്. അപ്പൊ ആ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുഞ്ഞിലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം പ്രോആക്റ്റീവ് പാരന്റിങ്ങിലൂടെ ഒരുപാട് വിഷയങ്ങൾ അത് സംഭവിക്കാതെ നമുക്കത് തടയാനായിട്ട് സാധിക്കും. ആ തടയുന്ന സിറ്റുവേഷൻ, ആ തടയാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് പ്രോആക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻസ്. എൻ്റെ കുഞ്ഞ് 2 വയസ്സായി, ഞാൻ കുഞ്ഞിലെ തൊട്ടേ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻസ് കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിർത്തിയേക്കാം എന്ന് കരുതുന്ന പേരൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങാത്ത പേരൻസ് ഉണ്ടെങ്കിൽ, 2 കൂട്ടർക്കും ഉള്ള ഒരു അഡ്വൈസ്, നമ്മൾ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻസ് കൊടുക്കണം. ആ ബാക്കിന്റെ സ്റ്റിമുലേഷൻ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് 2 വയസ്സായാലും ഒരു അധികം നടക്കാതെ ചിലപ്പം കാലോ കയ്യോ കുത്തി നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ശരിക്കും ഉള്ള ഗ്രോസ് മോട്ടർ ഡെവലപ്മെന്റ് ആവാത്ത പിള്ളേരുണ്ട്. അതിന്റെ എല്ലാം മെയിൻ റീസൺ അവരുടെ സ്പൈനൽ കോഡ് ബലം ആയിട്ടില്ല എന്നുള്ളത്. എല്ലാം നമ്മുടെ നട്ടലിനെ ആശ്രയിച്ചിരിക്കും. കഴുത്ത് പൊക്കുന്ന, നെക്ക് കൺട്രോൾ ആണെങ്കിലും, സിറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും, ക്രോളിംഗ് ആണെങ്കിലും, സ്റ്റാൻഡിങ് ആണെങ്കിലും, വാക്കിംഗ്, ജമ്പിങ്, ഇതെല്ലാം നമ്മുടെ സ്പൈനൽ കോഡിന്റെ ബലവ്. അപ്പൊ ആ സ്പൈനൽ കോഡിനെ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ടി ആ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്യൂപ്രഷർ ഞാൻ പറഞ്ഞു. ആ അക്യൂപ്രഷർ ആണെങ്കിലും ബ്രെയിനിന്റെ ഒരു കോർഡിനേഷൻ വർദ്ധിക്കാൻ വേണ്ടി ഈ ന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻസ് വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതും ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഫിസിക്കൽ സ്റ്റിമുലേഷൻസ്. ഇപ്പൊ എൻ്റെ കുഞ്ഞ് പിച്ച വെച്ച് തുടങ്ങി. അപ്പൊ ആ പിച്ച വെച്ച് തുടങ്ങിയെങ്കിൽ നമ്മൾ വീണ്ടും കുഞ്ഞിനെ എപ്പോഴും എടുത്തോണ്ട് നടക്കാതെ, കാരണം നമുക്കറിയാം 2 വയസ്സുള്ള ഒരു കുഞ്ഞ് എടുക്കാനായിട്ട് കൂടുതൽ ചിലപ്പം വാശി പിടിച്ചെന്നിരിക്കും. അപ്പം ആ സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞിനെ കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആക്കുക. നടക്കാനായിട്ട്, പിച്ച വെക്കാനായിട്ട്, സ്റ്റെപ്പ് കയറാനായിട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ എൻകറേജ് ചെയ്യണം. അല്ലാതെ എപ്പോഴും എടുത്തു വെച്ച് നമ്മൾ മടി വെച്ച് കൂടുതൽ വാത്സല്യം മാത്രം കൊടുത്തോണ്ടിരുന്ന കുഞ്ഞിന്റെ ഗ്രോസ് മോട്ടർ ഡെവലപ്മെന്റ് വീണ്ടും ഡിലേ ആവാനായിട്ടുള്ള സാധ്യത കൂടും. അടുത്ത 7ാമത്തെ പോയിന്റ് ബിഹേവിയർ ട്രെയിനിങ്. ബിഹേവിയർ ട്രെയിനിങ് ഞാൻ 2 വയസ്സ് അല്ലെങ്കിൽ 1 തൊട്ട് 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ അവർക്ക് അത്രത്തോളം നമ്മൾ ഇന്റൻസീവായിട്ട് തുടങ്ങുന്നില്ല. പക്ഷെ 2 വയസ്സിനും 4 വയസ്സിനും ഉള്ള പിള്ളേരെ ഏറ്റവും കൂടുതൽ ടെമ്പർ ടാൻട്രംസ് പ്രകടിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളത്. അരിശം, വാശി, ദേഷ്യം, കരച്ചില്, ആവശ്യമില്ലാത്ത കരച്ചില്, നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കരച്ചില്, സങ്കടം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രകടിപ്പിക്കും. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകേണ്ട ഏറ്റവും വലിയൊരു അത്യാവശ്യമുണ്ട്. കാരണം ബിഹേവിയർ ട്രെയിനിങ് എങ്ങനെ പോകുന്നോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി ഒക്യുപേഷണൽ ട്രെയിനിങ്ങും, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങും, അക്കാഡമിക് ഫോർമേഷനും, സ്പീച്ച് തെറാപ്പി എല്ലാം നന്നായി വരത്തുള്ളൂ. അപ്പം ബിഹേവിയർ ട്രെയിനിങ് 2 ഇയേഴ്സ് തൊട്ട് ഏറ്റവും നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ 2 വയസ്സാകുമ്പോഴത്തേന് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് മനസ്സിലാവാനായിട്ടുള്ള കഴിവ് അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ ആ കഴിവുള്ളതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മുടെ വോയിസ് മോഡുലേഷനിൽ കൂടെ തന്നെ, ഇപ്പം തെറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ വോയിസ് ചേഞ്ചിൽ അല്ലെ നോ എന്ന് പറയുമ്പോഴത്തേന് ആ നോ പറഞ്ഞിട്ട് കുഞ്ഞിനെ പിന്നെ അത് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. നോ പറഞ്ഞാൽ നോ തന്നെ ആയിരിക്കണം. വി ഷുഡ് നോട്ട് ഡു ഇറ്റ്. അപ്പൊ അതിന് നമ്മൾ കുഞ്ഞിനെ തടയണം. 2 വയസ്സിലുള്ള കുഞ്ഞിനെ തടയാനായിട്ട്, നോ പറഞ്ഞെടുത്ത് നോ തന്നെ ശീലിപ്പിക്കാനായിട്ട് 12 വയസ്സിലെ 15 വയസ്സുള്ള ഒരു മോനെയോ മോളെക്കാട്ടിലും എളുപ്പമാണ്. അതുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള പ്രായങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടാകും. അപ്പം 2 വയസ്സ് തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന പ്രായമായോണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒബീഡിയൻസ് തുടങ്ങണം. നോ,
ഓക്കെ, വെരി ഗുഡ്. പ്രോത്സാഹനം കൊടുക്കേണ്ടടുത്ത് പ്രോത്സാഹനം കൊടുക്കണം. ശരി പറയേണ്ടടുത്ത് ഓക്കെ, ഓക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഓക്കെ എന്നല്ല യെസ് എന്നുള്ള റെസ്പോൺസ് ഉണ്ടാണ്. നോയുടെയും യെസിന്റെയും അർത്ഥം കുഞ്ഞിന് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പം നോ പറയുന്നിടത്ത് ചെയ്യാൻ പാടില്ല അല്ലെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ആ രീതിയിൽ തന്നെ മാനേജ് ചെയ്യും. തെറ്റ് ചെയ്യുമ്പോൾ എല്ലാം നോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അത് സമ്മതിക്കാതെ ഇരിക്കുമ്പം തന്നെ കുഞ്ഞിന് മനസ്സിലാവും അത് തെറ്റാന്നുള്ളത്. അപ്പൊ ആ ചെറുപ്രായത്തിൽ തുടങ്ങുവാണെങ്കിൽ കുഞ്ഞിന് വാശി കുറയും. അതേസമയം പ്രായം കൂടുന്ന അനുസരിച്ച് 4 വയസ്സ് 5 വയസ്സൊക്കെ കൂടുന്ന അനുസരിച്ച് ആ വാശി കൂടും. അപ്പൊ അതുപോലെ തന്നെ കരച്ചില് കൂടുതൽ പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കരച്ചിലിൽ നമ്മള് കുഞ്ഞിനങ്ങ് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ഇതെല്ലാം തുടങ്ങുന്ന ഒരു പ്രായമായി 2-നും 4-നും വയസ്സിനിടയ്ക്ക് അവരുടെ ബിഹേവിയറിന്റെ ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് വരുന്ന ഒരു പ്രായവും 2 to 4 years. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ സമയത്ത് പേരന്റിങ് കൊടുക്കാനായിട്ട്. ഇപ്പം അവരുടെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി വെറുതെ കരയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും, വെറുതെ ഒച്ച വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ അറ്റൻഷൻ അവരുടെ തന്നെ ഡൈവേർട്ട് ചെയ്ത് ആ സിറ്റുവേഷനിൽ നിന്ന് അവരെ അങ്ങ് മാറ്റണം. അതല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അവർക്ക് കൊടുക്കാതിരിക്കുക. ഇപ്പം ചില പിള്ളേരുണ്ട് തറയിൽ കിടന്ന് ഉരുളുന്ന പിള്ളേരുണ്ട്. നമ്മുടെ ട്രൈസോമി 21 ഉള്ള പിള്ളേർ അത്രത്തോളം സിവിയർ ആയിട്ട് ഒരു അറ്റൻഷൻ സീക്കിങ് 2 വയസ്സിൽ തുടങ്ങത്തില്ല. കൂടി വന്നാൽ കുറച്ച് കരയും, പക്ഷെ തറയിൽ കിടന്ന് ഉരുണ്ട് ബഹളം വെച്ച് സാധനങ്ങൾ എറിയുന്ന ഒരു പ്രവണത ചില പിള്ളേർക്കുണ്ട്. ട്രൈസോമി 21കാർക്ക് അത്രയും ഇല്ല, എങ്കിൽ പോലും ഉള്ള പിള്ളേർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന പിള്ളേരെ ആ പ്രായത്തിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ടും അവരുടെ അറ്റൻഷൻ ഡൈവേർഷൻ അല്ലെ നമ്മുടെ ആ ഒരു സാന്നിധ്യം അവിടെ നമ്മൾ നിൽക്കുന്നു എന്നറിയാവുന്നതുകൊണ്ടാ കുഞ്ഞ് അത്രത്തോളം ടെമ്പർ ടാൻഡൻസ് കാണിക്കുന്നത്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ കുഞ്ഞത് നിർത്തിയിട്ട് അടുത്ത പണിക്ക് പോകും. അതുകൊണ്ട് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ സൗണ്ടിന്റെ വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ നോ പറയുന്നിടത്ത് കുഞ്ഞിനെ തിരിച്ചറിയണം, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുപോലെ ബിഹേവിയർ ട്രെയിനിങ് 2 വയസ്സിൽ തുടങ്ങിയിരിക്കണം. അടുത്തത് ഒക്യുപേഷണൽ ട്രെയിനിങ്, ഒക്യുപേഷണൽ തെറാപ്പി. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നു. സിറ്റിംഗ് പ്രാക്ടീസ് കുഞ്ഞിനെ 1 to 2 years നമ്മൾ തുടങ്ങാൻ വേണ്ടി ഒക്യുപേഷണൽ ട്രെയിനിങ് ആ സമയത്ത് തുടങ്ങുന്നു. പക്ഷെങ്കിൽ 2 to 4 years നമ്മൾ കുറച്ചുകൂടെ ഇന്റൻസീവായിട്ട് എല്ലാ തെറാപ്പികളും കുറച്ചുകൂടെ ഇന്റൻസീവായിട്ട് ചെയ്യുന്നത് 2 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അതായത് ഒക്യുപേഷണൽ ട്രെയിനിങ്, സ്പീച്ച് തെറാപ്പി, ഇതെല്ലാം നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഒക്യുപേഷണൽ തെറാപ്പി നമ്മൾ ചെയ്യുന്നത് 2 വയസ്സിന് ശേഷം. ഇൻസ്ട്രക്ഷൻസ് കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഫോളോ ചെയ്യുന്ന കാണുമ്പോഴത്തേന് ഒക്യുപേഷണൽ ട്രെയിനിങ് കുറച്ചുകൂടെ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി അവർ ചെയ്യുന്ന എന്നാന്ന് മനസ്സിലാക്കി പല ആവർത്തി നമ്മുടെ വീട്ടിൽ റിപ്പീറ്റ് ചെയ്യാം. ഒക്യുപേഷണൽ ട്രെയിനിങ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അറ്റൻഷൻ ഡെവലപ്മെന്റിന് വേണ്ടി, ഐ ഹാൻഡ് കോർഡിനേഷന് വേണ്ടി, അതുപോലെ തന്നെ ഫൈൻ മോട്ടർ ഡെവലപ്മെന്റിന് വേണ്ടി. ഇപ്പൊ കുഞ്ഞു പ്രായത്തിൽ 1 to 2 years ചെറിയ രീതിയിൽ നമ്മൾ സിറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങി ചെറിയ രീതിയിൽ ഫൈൻ മോട്ടർ എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയെങ്കിലും കുറച്ചുകൂടെ സമയം ഒരു 45 minutes സെഷനിൽ കുഞ്ഞിനെ ഇരുത്തി 2-2.5 വയസ്സ് തൊട്ടേ ഒക്യുപേഷണൽ ട്രെയിനിങ് ഡെഫിനറ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ആ സിറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങിയെങ്കിൽ മാത്രമേ പിന്നീടുള്ള സ്റ്റേജസിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കുഞ്ഞിന് ആ ഒരു സിറ്റിംഗ് പ്രാക്ടീസും അറ്റൻഷനും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഒക്യുപേഷണൽ ട്രെയിനിങ് 0 to 4 yearsകാർക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അടുത്തത് ADL, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. കുഞ്ഞ് 2 വയസ്സ് കഴിഞ്ഞു, കുഞ്ഞിന് സംസാരം അധികം ഇല്ല, എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ കാര്യം. ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ എത്രയും വേഗം തുടങ്ങണം. സമയാസമയങ്ങളിൽ കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ചെറിയൊരു ബേബി സീറ്റ് മേടിച്ച് ആ ടോയ്ലറ്റ് സീറ്റിൽ തന്നെ വേണം കുഞ്ഞിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ. മുറ്റത്തും അവിടെ ഇവിടെ എല്ലാം മൂത്രം ഒഴിക്കുന്ന ഒരു രീതി കുഞ്ഞുങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ശീലത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് വീണ്ടും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ട്രെയിനിങ് ചെയ്യുന്നത് ശരിയായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അവരുടെ അടുത്ത ഏജ് മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് എളുപ്പം ഉണ്ടാകും. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞായോണ്ട് മുറ്റത്തിരുത്ത് മൂത്രം ഒഴിപ്പിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുള്ളിക്കോട്ടെ എന്ന് വിചാരിക്കുകയോ ചെയ്യാതെ അവരെ ടോയ്ലറ്റിൽ തന്നെ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങൾ ടോയ്ലറ്റിൽ തന്നെ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ നമ്മൾ ശീലിപ്പിച്ചെങ്കിൽ മാത്രമേ അവരുടെ അറിവ് വരുംതോറും അവർ ആ രീതിയിലേക്ക് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിലുള്ളത് ടോയ്ലറ്റ് ട്രെയിനിങ്. അത് കഴിഞ്ഞ് കുറച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ 2.5-3 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അവർക്ക് തന്നെ അവരുടെ പാൻറ്റും ഷർട്ടും ഒക്കെ കുറച്ചൊക്കെ അസിസ്റ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. അല്ലാതെ കുളിപ്പിക്കുന്ന ഒക്കെ ആണെങ്കിലും നമ്മൾ അവരുടെ ഇവിടെ ഒരു എഫേർട്ടിൽ വേണം നമ്മൾ. ഒരു മഗ് വെള്ളമാണെങ്കിലും മേത്ത് ഒഴിപ്പിക്കുവാണെങ്കിൽ അവർക്കറിയാം ആ മഗ് എങ്ങനെ പിടിച്ച് മേത്ത് ഒഴിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇച്ചിരി സോപ്പ് തേപ്പിക്കുന്ന ആ പ്രായത്തിൽ തൊട്ട് തന്നെ നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, കുളിക്കുന്നത്, പല്ല് തേക്കുന്നത്, അപ്പി കഴുകുന്ന ഉൾപ്പെടെ ഡ്രസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മുടി ചെയ്യുന്നത്, ഇതെല്ലാം അവരെ കൂടെ ഉൾപ്പെടുത്തി വേണം 4 വയസ്സുകാരൻ ഒരു കുഞ്ഞിനെ നമ്മൾ ആക്കിയെടുക്കാൻ. 2 വയസ്സ് തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ 4 വയസ്സ് വരെ നമ്മളത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് കുഞ്ഞ് 4 വയസ്സ് കഴിയുമ്പോഴത്തേന് അവന്റെ സ്കില്ല് ഇപ്പം അതൊന്നും ചെയ്യാത്ത ഒരു കുഞ്ഞിനെക്കാട്ടിലും ഒരുപാട് ഇരട്ടി വളരും. സ്വയം ഇനിഷ്യേറ്റ് ചെയ്യും പിള്ളേർ അതൊക്കെ ചെയ്യാനായിട്ട്. അതല്ലാത്ത പിള്ളേർ 12 വയസ്സുള്ള പിള്ളേരെ പോലും കുളിപ്പിക്കുന്ന പേരൻസ്, അല്ലെ 15 വയസ്സുള്ള പിള്ളേരെ പോലും കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്യുന്ന പേരൻസിനെ എനിക്കറിയാം. ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം, ഈ പിള്ളേര് ഇത്രയും വളർന്നു അവരുടെ തൈറോയ്ഡ് ഒന്നും ചൊവ്വിന് നോക്കാത്തത് കൊണ്ട് വണ്ണം വെച്ച് യാതൊരുവിധ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ആ പ്രായം വരെ പിള്ളേർ വളരുമ്പോഴത്തേന് ചിലപ്പം പേരൻസിൽ ഒരാൾ പുറത്താണെങ്കിൽ, ഇപ്പം അമ്മ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫാദർ ആയിരിക്കും ആ മോളെ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഫാദർ ആയി കുഞ്ഞിനെ കുളിപ്പിക്കുകയും ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് കുഞ്ഞു പ്രായത്തിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതാണോ നല്ലത്, പൂർണ്ണമായിട്ടും ഒരാളെ ഡിപ്പെൻഡന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ നിസ്സാര കാര്യങ്ങൾ പോലും ആ വലിയ പ്രായത്തിൽ പോലും ചെയ്യുന്നതാണോ അതിന്റെ ശരി? ഇതൊക്കെ ഒരുപാട് പേരന്റിങ്ങിന്റെ വശങ്ങള് നമ്മൾ മനസ്സ് വെച്ച് കുറച്ച് സമയം മെനക്കെട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷെ അവരെ കൊണ്ടുകൂടെ ഉൾപ്പെടുത്തി ഈ 2 to 4 years കഴിക്കുന്ന കാര്യം, പല്ല് തേക്കുന്ന കാര്യം, മുഖത്ത് വെള്ളം ഒഴിക്കുന്ന കാര്യം, ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ടുകൂടെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യിപ്പെടുത്തേന് നമ്മൾ ചെയ്യണം. അത് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ആദ്യം അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചല്ലേ അവരുടെ കുഞ്ഞു കൈ പിടിച്ചൊന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേന് ആ 4 വയസ്സ് വരെ നിങ്ങൾ അതിങ്ങനെ ചെയ്യുമ്പോഴത്തേന് കുഞ്ഞുങ്ങളിലുള്ള മാറ്റം വളരെയധികം വരുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡന്റ് ആക്കുന്നത് പേരന്റിങ്ങിന്റെ ഏറ്റവും വലിയ തെറ്റായ വശങ്ങൾ. അതിന്റെ കാരണം നമ്മളുടെ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഈ സെഷനിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത് 2 to 4 ഇയേഴ്സുകാരെ ഡെഫിനറ്റ്ലി ഇൻവോൾവ് ചെയ്ത് വേണം അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ചെയ്യാനായിട്ട്. പല്ല് തേക്കുന്നത്, വാ കഴുകുന്നത്, മുഖം കഴുകുന്നത്, ടോയ്ലറ്റിൽ പോകുന്നത്, അപ്പി വാഷ് ചെയ്യുന്നത് ഉൾപ്പെടെ. അപ്പി വാഷ് ചെയ്യുന്ന കാര്യം ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കുഞ്ഞു കൈ പിടിച്ച് നമ്മൾ ചെയ്യിപ്പിക്കണം. തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പിടിച്ച് നമ്മൾ ചെയ്ത് ആ ഒരു ശീലമാക്കി എടുക്കുമ്പോഴത്തേനും ഒരു വർഷം കൊണ്ടൊക്കെ 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞ് തന്നെ അത് ചെയ്തു തുടങ്ങും. പക്ഷെങ്കിൽ അതൊന്നും ചെയ്യാത്ത ഒരു പാരന്റിങ് സ്റ്റൈലാ പലപ്പോഴും ഞാൻ കണ്ടുവരുന്നത്. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് സ്പീച്ച് തെറാപ്പി. ഇപ്പം സ്പീച്ച് തെറാപ്പി ഓറോമോട്ടോ എക്സസൈസിന്റെ കൂടെ പോകേണ്ട കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഫോക്കസ് ഓറോമോട്ടോ എക്സസൈസിന് തന്നെ. കാരണം ട്രൈസോമി 21കാരുടെ മാനേജ്മെന്റിൽ അവരുടെ മൗത്തിന്റെ സ്ട്രക്ചറൽ ഡിഫോമിറ്റി ഞാൻ പറഞ്ഞിരുന്നു, നാക്കിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ജനിക്കുമ്പം തൊട്ട്, അല്ലെ ജനിച്ച ഏതാനും മാസങ്ങൾ തൊട്ട് കുഞ്ഞൊന്ന് ആ ജനിച്ചതിന്റെ ആ ഒരു ന്യൂ ബോണിന്റെ ആ ഒരു ക്ഷീണവും ഇതുമെല്ലാം മാറി കുഞ്ഞ് കുറച്ച് ആക്റ്റീവായി കുറച്ച് വെയിറ്റ് ഗെയിൻ ഒക്കെ ആയി കഴിയുമ്പം തൊട്ട് നമുക്ക് ഓറോമോട്ടോ സ്റ്റിമുലേഷൻസ് എക്സസൈസ് തുടങ്ങുകയും പാസീവ് ഓറോമോട്ടോ എക്സസൈസ് തുടങ്ങുകയും അതിന്റെ ഒപ്പം 2 വയസ്സിന് ശേഷം നമ്മൾ കുഞ്ഞിനെ കൂടെ ഇൻവോൾവ് ചെയ്ത് ഓറോമോട്ടോ എക്സസൈസ് ചെയ്യുന്നു. കൂടാതെ 4 വയസ്സൊക്കെ എത്തുന്ന കുഞ്ഞിന് ഒരു 3 വയസ്സ് തൊട്ടേ 3 വയസ്സിന് മുമ്പും ചെയ്യാൻ തുടങ്ങാം. സ്പീച്ചിന്റെ ഫോണിക് സൗണ്ട്സ്, നമ്മൾ ഡയറക്റ്റ് ഒരു വേർഡ്സിലേക്കല്ല പോകുന്നത്. ഡയറക്റ്റ് വേർഡ്സ് തുടങ്ങാൻ പാടില്ല. ആക്ച്വലി ട്രൈസോമി 21 കുഞ്ഞുങ്ങളുടെ സ്പീച്ച് തെറാപ്പി ഡയറക്റ്റ് വേർഡ്സിലേക്ക് പോവാൻ പാടില്ല. കാരണം അവരുടെ ഈ സ്ട്രക്ചറൽ ഡിഫോമിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേർഡ്സിന്റെ എല്ലാ സൗണ്ടും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ഡയറക്ട്ലി വേർഡ് സ്റ്റേജിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴത്തേന് ആ വേർഡ്സിന്റെ സൗണ്ട് വിട്ടുപോവുകയും പിന്നെ ആ രീതിയിൽ ശീലിച്ചു പോകുന്ന ഒരു കുഞ്ഞ് ക്ലാരിറ്റി, പിന്നെ നമുക്ക് എന്ത് കുഞ്ഞ് ശീലിച്ചു കഴിഞ്ഞോ അത് പിന്നെ കറക്ഷൻ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പാടാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ. അപ്പം കുഞ്ഞുങ്ങൾ എന്താണോ ശീലിക്കുന്നത് അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അപ്പം ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് മാതാപിതാക്കൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ
അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അവർ ശീലിക്കുന്നെങ്കിൽ പിന്നെ ഇറേസ് ചെയ്ത് അത് റീഡു ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സ്പീച്ച് തെറാപ്പി, ഓറോമോട്ടോ എക്സസൈസ് തുടങ്ങിയതിന് ശേഷം വേണം സ്പീച്ച് തെറാപ്പി തുടങ്ങാൻ. സ്പീച്ച് തെറാപ്പിയിൽ വേർഡ് സ്റ്റേജിലേക്ക് ഡയറക്റ്റ്ലി പോവല്. കാരണം വേർഡ്സ് കാണിച്ച് ഫ്ലാഷ് കാർഡ് കാണിച്ച് ആ ഫ്ലാഷ് കാർഡിൽ ആപ്പിൾ ആപ്പിൾ അല്ലെങ്കിൽ ബോൾ അങ്ങനെ വേർഡ്സിലേക്ക് പോകുന്ന സ്പീച്ച് തെറാപ്പി സിസ്റ്റം ഉണ്ട്. നമ്മുടെ ട്രൈസോമി 21കാർക്ക് ഫോണിക് സൗണ്ട്സ് വേണം കുറച്ചുകൂടെ ബലപ്പെടുത്താൻ. ഓറോമോട്ടോ എക്സസൈസ് നന്നായിട്ട് ഇതാവണം, അവരുടെ ഒരു ഇത് ഇംപ്രൂവ് ചെയ്ത് കണ്ടിന്യൂസ് സിസ്റ്റം ആണ്. ഒപ്പം ഫോണിക് സൗണ്ട്സ് ഓരോന്നും പഠിച്ചു കഴിയുമ്പോൾ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അതിനുശേഷം നമ്മൾ സ്പീച്ച് തെറാപ്പിയുടെ വേർഡ്സ് കൂടെ തുടങ്ങുമ്പോഴത്തേനും അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ടുള്ള ക്ലാരിറ്റി കുറച്ചുകൂടെ നന്നായിട്ട് വരും. ഇപ്പൊ ഫോണിക് സൗണ്ട്സ് സ്പീച്ച് തെറാപ്പി 2 വയസ്സ് തൊട്ട് തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫോണിക്സും അതിന്റെ സൗണ്ട്സും പിന്നെ ഐഡന്റിഫിക്കേഷൻ നമുക്ക് തുടങ്ങും. ഇപ്പം വേർഡ്സ്, ഇപ്പം ഐഡന്റിഫിക്കേഷൻ ഒരുപാട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിന്റെ വേർഡ്സ് പിള്ളേർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് മാത്രം ക്ലാരിറ്റിയിലാവണം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ അക്കാഡമിക് ഫോർമേഷൻ ആണ്. നമുക്കറിയാം ഒരു 3 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 3.5 വയസ്സാകുമ്പോഴത്തേനും നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളെ LKG 3 വയസ്സാകുമ്പോഴത്തേനും അവരെ അഡ്മിഷൻ എടുക്കുന്ന ഒരു രീതി. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു 3.5 വയസ്സ് തൊട്ട് അക്കാഡമിക് ഫോർമേഷന്റെ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് അവരുടെ ആ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ 0 to 3 ഇയേഴ്സ് വരെ എങ്ങനെയാണോ അവർ ഡെവലപ്പ് ചെയ്തത്, അവരുടെ ഓറോമോട്ടോ സ്കിൽസ് എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഗ്രോസ് മോട്ടർ എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഫൈൻ മോട്ടർ എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം വേണം, അല്ലെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ബേസിലായിരിക്കും അക്കാഡമിക് ഫോർമേഷനും തുടങ്ങുന്നത്. അക്കാഡമിക് ഫോർമേഷൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു കുഞ്ഞിനെ അക്കാഡമിക് ഫോർമേഷൻ ചെയ്യുന്ന അവരുടെ സ്കൂളിങ്ങിന് വേണ്ടിയാണ്. അപ്പം സ്കൂളിങ്ങിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ചും അക്കാഡമിക്സും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള മേഖലകൾ. ആ സ്ഥലത്താണ് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് അവരെ നമ്മൾ ഒരു അക്കാഡമിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒരുപാട് കെയർഫുള്ളി വേണം ഇവരുടെ അക്കാഡമിക്സ് ചൂസ് ചെയ്യാനായിട്ട്. കാരണം അക്കാഡമിക്സ് എന്ന് പറയുന്നത് ഒരു ഫോർമേഷൻ തുടങ്ങി 3 വയസ്സിൽ ഒരു ഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരുപാട് വർഷം നീണ്ട് ദൈവം അനുഗ്രഹിച്ച് അവരെ 12ഉം അതിനുശേഷവും പഠിപ്പിച്ച് ഒരു നോർമാലിറ്റിയിലേക്ക്, അല്ലെ 80% നോർമാലിറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് എവിഡൻസ് സ്റ്റഡീസ് പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞിനെ എത്തിക്കാൻ സാധിക്കണം എന്നാണല്ലോ ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹം നമ്മൾ സാധിക്കണമെങ്കിൽ, കുഞ്ഞിൽ കാണണമെങ്കിൽ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ ചില പേരൻസിന് അതറിയാം, ചില പേരൻസ് അറിവില്ലായ്മയും കൊണ്ട് അവരെ കൊണ്ട് നോർമൽ സ്കൂളിലാക്കുമ്പോഴത്തേനും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ലാംഗ്വേജസ് തന്നെ 2-3 എണ്ണം ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, ഇങ്ങനെ 7-8 സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റർനാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം, ഒരു ലാംഗ്വേജ് ആയിരിക്കണം അവരുടെ അക്കാഡമിക് ഫോർമേഷന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പം തന്നെ ചില പിള്ളേരെ, അപ്പൊ അപൂർവമായിട്ടുള്ള പിള്ളേർക്ക് 1-2 ലാംഗ്വേജ് അവർ നന്നായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും, എഴുതാനും വായിക്കാനും. ഇപ്പം ഒരു ലാംഗ്വേജ് പഠിക്കുന്ന പറഞ്ഞാൽ എഴുതാനും വായിക്കാനും ഉൾപ്പെടെ, കാണാതെ എഴുതാനും വായിക്കാനും ഉൾപ്പെടെ ഒരു പരിധി വരെയെങ്കിലും സാധിക്കണം. അപ്പം അത്രത്തോളം ഒരു സ്കില്ല് എല്ലാ ലാംഗ്വേജിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അക്കാഡമിക് ഡെവലപ്മെന്റ് തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്, പലപ്പോഴും സാധിക്കാറില്ല. അപ്പം അങ്ങനെ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ലാംഗ്വേജ് ഇൻസിസ്റ്റ് ചെയ്യണം. ആ ഒരു ലാംഗ്വേജ് മലയാള ഭാഷ ചൂസ് ചെയ്യുവാണെങ്കിൽ ആലോചിക്കേണ്ട കാര്യം, അതിൽ മലയാള അക്ഷരങ്ങളുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ ഒരുപാട് പഠിച്ചെങ്കിൽ മാത്രമേ ഒരു വാക്ക് ആ ഭാഷയിൽ കുഞ്ഞിന് എഴുതാനോ വായിക്കാനോ സാധിക്കത്തുള്ളൂ. അതേസമയം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ അത് 26 അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ആ 26 അക്ഷരത്തിന്റെ ഫോണിക് സൗണ്ട്സ് കൂടെ നമ്മൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് 2 ലെറ്റർ വേർഡ്സും 3 ലെറ്റർ വേർഡ്സിലേക്കും വായനയിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടെ മലയാളത്തിനെക്കാട്ടിലും എളുപ്പമുള്ള ഒരു ഭാഷയാണ്. അതുകൊണ്ട് അക്കാഡമിക് ഫോർമേഷൻ അല്ലെ നോർമൽ സ്കൂളിൽ വിടാൻ ഉദ്ദേശിക്കുന്ന ഒരു പേരന്റ് നമ്മളെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ ഓർഗനൈസേഷനിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. കാരണം ആ ഫോണിക് സൗണ്ട്സും 26 ആൽഫബറ്റ്സും പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ 2 ലെറ്റർ വേർഡ്സും 3 ലെറ്റർ വേർഡ്സിലേക്ക് നമുക്ക് നീങ്ങാനായിട്ട് എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെ പോയെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട്
നമുക്ക് അക്കാഡമിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേസമയം ഇതൊന്നും ചെയ്യാത്ത ഒരു പേരന്റ് ആണെങ്കിൽ, സാധാരണ സ്കൂളിൽ പോകുന്ന, ഇപ്പം നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ പോകുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അവർ എല്ലാ ഭാഷകളോടും പഠിക്കും. അവസാനം വരുമ്പോഴത്തേനും കൊച്ചു 8ാം ക്ലാസ് 10ാം ക്ലാസ് എത്തിയാലും ചിലപ്പം ആൽഫബറ്റ് സ്റ്റേജിൽ പിള്ളേർ നിന്നു പോകും. അങ്ങനെ പഠിപ്പിച്ചിട്ട് കുഞ്ഞിനെ ഒരു ഇൻഡിപെൻഡന്റ് ലിവിങ്ങിൽ അല്ലെങ്കിൽ ഒരു നോർമാലിറ്റിയിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഓരോ പ്രായത്തിലും പഠിക്കേണ്ട ഒരു 40% എങ്കിലും കുഞ്ഞ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി വേണം ഓരോ ലെവലും കയറാനായിട്ട്. അപ്പം ആ ഒരു വിഷയം നമുക്ക് അടുത്ത സെഷനിൽ കൂടുതലായിട്ട് സംസാരിക്കാം. അപ്പൊ 2 to 4 ഇയേഴ്സുകാർക്ക് അക്കാഡമിക് ഫോർമേഷൻ ആലോചിക്കുമ്പോഴത്തേന് 1 ലാംഗ്വേജ് ആയിരിക്കണം ഇൻസിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നേരെ ABCD 1 to 3 പോവരുത്. ഈ 4 വയസ്സ് വരെ ഉള്ള ഒരു കുഞ്ഞിന്, അല്ലെ 3.5 വയസ്സിൽ നമ്മൾ അക്കാഡമിക് ഫോർമേഷൻ തുടങ്ങുന്ന ഒരു കുഞ്ഞിനാണെങ്കിൽ കർവ്ഡ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാന്റിംഗ് ലൈൻ, ഇത്തരത്തിലുള്ള പല ലൈൻസ് ആദ്യം പഠിപ്പിക്കണം. ആ ലൈൻസ് പഠിപ്പിച്ച് പിന്നെ ഫിംഗർ പ്രിന്റിംഗ് പഠിപ്പിക്കാം, സാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസിലൂടെ വേണം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് അക്കാഡമിക്സ് അല്ലെങ്കിൽ റൈറ്റിങ്ങിലേക്ക് നീക്കാനായിട്ട്. കാരണം റൈറ്റിംഗ് വേറെ ഒരു മേജർ ഇഷ്യൂ ആണ് നമ്മുടെ പിള്ളേരുടെ ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഒരു അപാകത കാരണം തന്നെ പെൻസിൽ ഗ്രിപ്പിംഗ് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആ പെൻസിൽ ഗ്രിപ്പിങ്ങിന്റെ ഒപ്പം തന്നെ നമ്മൾ വേണ്ട രീതിയിൽ ഈ അക്കാഡമിക് ഫോർമേഷൻ ഒന്ന് പ്ലാൻ ചെയ്ത് ആരംഭിച്ചില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ആ ഒരു ഫോർമേഷൻ സ്റ്റേജിലേക്ക് നീക്കാനായിട്ട് എളുപ്പമുണ്ട്. അതല്ലെങ്കിൽ കുഞ്ഞ് പഠിച്ച എയിൽ തന്നെ ഇരിക്കും കുറെ നാളുകൾ. അപ്പൊ അതല്ലാതെ നമ്മൾ ശരിക്കും അത് ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു രണ്ട് ആൽഫബറ്റ്സ് വെച്ച് ഈ ഒരു ഫിംഗർ പ്രിന്റിങ്ങിൽ മാത്രമേ, അല്ലെ സാൻഡ് റൈറ്റിങ്ങിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. അതിന്റെ ഒപ്പം തന്നെ കർവ്ഡ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ, സ്ലാന്റിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, ഈ തരത്തിലുള്ള ലൈൻസിന്റെ ഒരു എക്സസൈസ് കൂടെ കൊടുക്കുമ്പോഴത്തേനും ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒരു 4 വയസ്സ് 3.5 വയസ്സ് അല്ലെങ്കിൽ എപ്പോഴാണോ കുഞ്ഞ് ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നത്, അല്ലെ ഇത് അക്കാഡമിക് ഫോർമേഷന്റെ ഒരു പരിധി വരെയെങ്കിലും അച്ചീവ് ചെയ്യുന്നു തോന്നുമ്പോൾ മാത്രമേ നമ്മൾ ആൽഫബറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഒരു ഉദാഹരണത്തിന് സ്ലാന്റിംഗ് ലൈനും സ്ട്രെയിറ്റ് ലൈനും സ്ലീപ്പിംഗ് ലൈനും പറഞ്ഞാൽ ഉടനെ കുഞ്ഞിന് എഴുതാൻ സാധിക്കുമെങ്കിൽ ആൽഫബറ്റ് സ്റ്റേജ് വരുമ്പോഴത്തേന് നമുക്ക് എളുപ്പമുണ്ട്. 2 സ്ലാന്റിംഗ് ലൈനും അതിന്റെ ഇടയ്ക്ക് ഒരു സ്ലീപ്പിംഗ് ലൈനും വരുമ്പോഴത്തേന് ക്യാപിറ്റൽ A ആയി. അതുപോലെ തന്നെ കർവ്ഡ് ലൈൻ അതുകൊണ്ട് ജോയിൻ ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരുമ്പം സ്മോൾ a ആയി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം, അക്കാഡമിക് ഫോർമേഷൻ ഒരുപാട് ശ്രദ്ധിച്ചു വേണം നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുവരണം. അപ്പം അത് ഇൻഡിവിജ്വൽ ബേസ് കൂടുതലും ജനറലൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ 1-to-1 ബേസിൽ കണ്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് ഡീപ്പായിട്ട് 1:1 എനിക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വേണം കുഞ്ഞുങ്ങളുടെ അക്കാഡമിക് ഫോർമേഷനിലേക്ക് നമ്മൾ നീങ്ങാൻ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നോട് അറിയിക്കാം. ഇത്രയും പോയിന്റ്സ് 2 to 4 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓറോമോട്ടോ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക, ഓക്യുപേഷണൽ തെറാപ്പിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൽ കൂടുതലായിട്ട് ബിഹേവിയർ ട്രെയിനിങ്, സിറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കുക, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് കുഞ്ഞുങ്ങളെ കൂടെ എൻഗേജ് ചെയ്ത് ചെയ്യിപ്പിക്കുക. സ്പീച്ച് തെറാപ്പി ഒരിക്കലും വേർഡ്സിലേക്ക് ആദ്യം പോകരുത്. ഓറോമോട്ടോ എക്സസൈസിന്റെ ഒപ്പം ഫോണിക് സൗണ്ട്സും വേർഡ്സും ഐഡന്റിഫിക്കേഷനും തുടങ്ങിയതിന് ശേഷം മാത്രമേ വേർഡ്സിലേക്ക് നീങ്ങാവുള്ളൂ. അക്കാഡമിക് ഫോർമേഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, അത് കഴിയുമ്പോഴത്തേന് കുറച്ച് കഴിയുമ്പോൾ ഹിന്ദിയുടെ അക്ഷരങ്ങൾ നോർമൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചു തുടങ്ങിയാൽ എല്ലാം അക്ഷരത്തിൽ മാത്രം കുഞ്ഞുങ്ങൾ 8-ലും 9-ലും ഇരുന്നു പോവും. അതുപോലെ തന്നെ കൂടി വന്നാൽ കോപ്പി റൈറ്റിംഗ് കൂടെ കുഞ്ഞുങ്ങൾ ചെയ്യും, നോക്കി എഴുത്ത്. അങ്ങനെ നോക്കി എഴുതുന്ന ഒരു അക്കാഡമിക് ഡെവലപ്മെന്റ് അല്ല. ശരിക്കും ഓരോ പിള്ളേരും എഴുതുന്നത് പോലെ തന്നെ ഒരു 40% സെൽഫ് റീഡിങ്ങും റൈറ്റിങ്ങും കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ 1 ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുകയും ബാക്കി ലാംഗ്വേജ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പിന്നീട് സംസാരിക്കാനോ എഴുതാനോ, സംസാരിക്കാനോ ഡെഫിനറ്റ്ലി പഠിക്കണം. പക്ഷെങ്കിൽ എഴുതാനും വായിക്കാനും പഠിക്കുന്നത് ഈ ഒരു ലാംഗ്വേജ് നന്നായിട്ട് സ്കിൽഡ് ആയതിനു ശേഷം തുടങ്ങുന്നതായിരിക്കും അതിന്റെ
ബെനിഫിറ്റ്. അതുപോലെ തന്നെ ആൽഫബറ്റ്സിലേക്ക് ഡയറക്റ്റ് എഴുത്ത് തുടങ്ങാതെ സ്ലീപ്പിംഗ് ലൈൻ, സ്ലാന്റിംഗ് ലൈൻ, കേർവ്ഡ് ലൈൻസ്, ഇങ്ങനത്തെ ലൈൻസുകളൊക്കെ ആദ്യം വരച്ചുകൊണ്ട് അതിന് ഒരുപാട് പാറ്റേൺസ് ഒക്കെ ഉണ്ട്. പാറ്റേൺ ഡ്രോയിങ്, അത്തരത്തിലുള്ള ഫിംഗർ പ്രിന്റിങ്. കാരണം നമ്മളുടെ ഫിംഗർ ഒരുപാട് സെൻസസ് നമ്മുടെ ബ്രെയിൻസിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഫിംഗർ പ്രിന്റിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സാൻഡ് റൈറ്റിംഗ്, കാരണം ഫിംഗറിന്റെ അറ്റത്തുള്ള ആ ഒരു സെൻസേഷനിലൂടെ ആ ഒരു സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിനെ എത്തുക. അപ്പം രജിസ്റ്റേർഡ് ലേണിംഗിലേക്ക് എത്താനായിട്ട് ഈ ഫിംഗർ റൈറ്റിംഗ് ഒരുപാട് ഉപകാരം ചെയ്യും. ഈ ആൽഫബറ്റ്സ് ഒക്കെ ആണെങ്കിലും തുടങ്ങുമ്പം അതിനു മുമ്പാണെങ്കിലും ഈ സ്ലാന്റിങ്, സ്ലീപ്പിംഗ്, സ്ട്രെയിറ്റ് ലൈൻസ് ചെയ്യുമ്പോഴത്തേന് ഒക്കെ ഫിംഗർ റൈറ്റിംഗൂടെ നിങ്ങൾ തുടങ്ങിയിരിക്കണം. സാൻഡ് റൈറ്റിങ്ങും ഫിംഗർ റൈറ്റിങ്ങും ഒരുപാട് അക്കാഡമിക് ഫോർമേഷന്റെ സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ആൽഫബറ്റിലേക്ക് പഠിക്കാനും നീങ്ങാനും എളുപ്പം ഉണ്ടാകും അവർക്ക്. ഇതിന്റെ ഒപ്പം തന്നെ അക്കാഡമിക് ഫോർമേഷന്റെ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മടുപ്പ് വരാതിരിക്കാൻ പല ലേണിംഗ് വെബ്സൈറ്റ്സ് ഉണ്ട്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് starfall.com, ഒരു UK ബേസ്ഡ് സ്പെഷ്യൽ നീഡ് പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റ്. പലർക്കും ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കുറച്ചുകൂടെ കുഞ്ഞുങ്ങളുടെ എങ്ങനെ ആ ഫോണിക് സൗണ്ട്സ് പഠിപ്പിക്കണം എന്നുള്ളത് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പേരൻസിന് ഫോണിക് സൗണ്ട്സ് ഉറപ്പില്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നോക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ നമുക്കത് അറിയാനും കുഞ്ഞുങ്ങളെ കുറച്ച് സമയം ആ ഇന്ററാക്റ്റീവ് ലേണിംഗ് കൂടെ പഠിപ്പിക്കുകയും ബാക്കി സമയം ഇതുപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേന് ആ ഒരു അക്കാഡമിക് ഫോർമേഷൻ 4 വയസ്സ് വരെ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്ത് കഴിയുമ്പം അടുത്ത ലെവലിലേക്ക് നീങ്ങാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സംശയങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും